നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വിദ്യാധനം സർവ്വതാൽ പ്രധാനമെന്ന് നമ്മൾ പഠിച്ച് കേട്ട് വളർന്നതാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ആരോഗ്യവും. രോഗം വരാതിരിക്കുക എന്നാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന ഒരു തലത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അത്തരം ദിവസങ്ങളെല്ലാം നമ്മൾ ആചരിക്കുന്നതും. ഇന്നും അതുപോലൊരു ദിവസമാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് എപ്പിഡമിക് പ്രിപ്പയർഡ്നെസ്. അതായത് പകർച്ചവ്യാധികൾ കണ്ടെത്തുന്നതിനും അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും അതിനോട് തടയുന്നതിനുമുള്ള എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും അതൊക്കെ സ്വീകരിക്കാതെ ഏത് തലത്തിലായാലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതിനുവേണ്ടി അതിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടിയൊക്കെയുള്ള ഒരു ദിവസമാണ് ഇന്ന് ഇൻ്റർനാഷണൽ ഡേ ഓഫ് എപ്പിഡമിക് പ്രിപ്പയർഡ്നെസ്. പകർച്ചവ്യാധികൾ കണ്ടെത്തുന്നതിനും അത് തടയുന്നതിനും അതിനെതിരായ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ഒരു ദിവസം. ഓക്കെ, ഇന്നത്തെ ദിവസത്തേക്ക് വന്നാൽ വാർത്തകളുടെ ഒരു ഒഴുക്ക് തന്നെ നമ്മളിന്നിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ഒക്കെ ഇന്ന് തിരഞ്ഞെടുക്കുന്നുണ്ട്. SITയുടെ യോഗമുണ്ട്. കരട് പട്ടിക പുറത്തുവിട്ടതിന് ശേഷമുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗമുണ്ട്. രത്തൻ കേൽക്കർ വിളിച്ച യോഗമുണ്ട്. ഒപ്പം ഇന്ന് മണ്ഡല പൂജയാണ്. അങ്ങനെ ഒരുപാട് വാർത്തകൾ വരും മണിക്കൂറുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തലക്കെട്ടുകളൊക്കെ കണ്ട് ഒന്ന് മടങ്ങി വരാം. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പിന് അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക. രാവിലെ 10:00. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2:30. പലയിടത്തും നിർണായകമാവുക വിമതന്മാർ. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തോൽവി പരിശോധിക്കാൻ CPM നേതൃയോഗങ്ങൾ ഇന്നു മുതൽ. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും തിരിച്ചടിയായെന്ന് ജില്ലാ കമ്മിറ്റികളുടെ വിലയിരുത്തൽ ചർച്ചയാകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മണിയുടെ പങ്കാളിത്തം ഉറപ്പിക്കാൻ SIT വിശദമായി ചോദ്യം ചെയ്യും. മണിയുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കും. ചോദ്യം ചെയ്യലിനോട് മണി സഹകരിക്കുന്നില്ലെന്ന് അന്വേഷണ സംഘം. SIR കരട് പട്ടിക വന്നതിന് ശേഷമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആദ്യ യോഗം ഇന്ന്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗം രാവിലെ 11 മണിക്ക്. 28 ലക്ഷം പേരെ ഒഴിവാക്കിയതിൽ എതിർപ്പുയർത്താൻ സാധ്യത. ദിവസത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തി. ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജ. സന്നിധാനത്ത് തീർത്ഥാടകർക്ക് നിയന്ത്രണം. മകരവിളക്ക് മഹോത്സവത്തിനായി 30-ന് നട തുറക്കും. കാര്യവട്ടം 2020-ൽ ശ്രീലങ്കയെ 8 വിക്കറ്റിന് തകർത്ത ഇന്ത്യ. പരമ്പര ഇന്ത്യക്ക്. ഷഫാലി വർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് ഇന്നാണ്. രാവിലെ 10:00 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. ഉച്ചയ്ക്ക് 2:30 വൈസ് പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് നടക്കും. 941 പഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും തെക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി ദേവിക, മധ്യ കേരളത്തിലെ വിവരങ്ങളുമായി അശ്വതി, ഒപ്പം വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി വർഷയുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം ദേവികയിലേക്ക് തന്നെയാണ്. ദേവിക, പലയിടത്തും സ്വതന്ത്രന്മാരുടെയും വിമതന്മാരുടെയും ഒക്കെ പങ്ക് നിർണായകമാകും. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് എല്ലാം? സ്വപ്ന, ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. രാവിലെ 10:00 പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് നടക്കുക. ഉച്ചയ്ക്ക് ശേഷം 2:30 വൈസ് പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് നടക്കുക. ഈ ഒരു തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ മുന്നണികൾക്ക് ഭീഷണിയായിട്ടുള്ളത് വിമതന്മാർ തന്നെയാണ്. ഇത്തരത്തിൽ അവർ ആർക്കൊപ്പം നിൽക്കുമെന്ന നിലപാട് വളരെ നിർണായകമാണ്. പലയിടങ്ങളിലും ഇത്തരത്തിൽ കൂറുമാറലിന് സാധ്യതയുള്ളതിനാൽ രാഷ്ട്രീയ പാർട്ടികൾ വിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ അവസാന വട്ടത്തെ അട്ടിമറി സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെയുള്ള ഇത്തരത്തിൽ അധ്യക്ഷ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പഞ്ചായത്തുകളിലെ കൂടി അധ്യക്ഷ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനുശേഷം ജനുവരി 5-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ഈ സ്ഥിരം സമിതി അംഗങ്ങളുടെ, ഭരണ സമിതിയിലെ സ്ഥിരം അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയാകും. ആ തിരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയായാൽ ഈ ഒരു ഭരണസമിതി പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമാകും. തിരുവനന്തപുരത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ 2 അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ് ഇത്തരത്തിൽ LDFനുള്ളത്. ആ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രിയദർശിനിയാണ് ഇന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക. വൈസ് പ്രസിഡന്റ് സ്ഥാനം CPM-ഉം CPI-യും 2 തവണയായി വീതിച്ച് എടുക്കാനാണ് സാധ്യത. ഇനി നമ്മൾ നിയമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നിയമത്തെ ഇത്തരത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും ഒക്കെ അനിശ്ചിതത്വത്തിലാണ്. കാരണം ആദ്യത്തെ 3 വർഷം CPM
CPM-ഉം അതിനുശേഷം ഒരു വർഷം RJD-യും അതിനുശേഷം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ ഒരു പ്രതിനിധിയും ഇത്തരത്തിൽ മാറി മാറി പ്രസിഡന്റ് സ്ഥാനം പങ്കിടാനാണ് സാധ്യത, പങ്കിടുമെന്നാണ് സൂചന. പക്ഷേ ഇത്തരത്തിലൊരു പങ്കിടലിന് പോലും ഈ ഘടകകക്ഷികൾ അനുവദിക്കുമോ എന്ന കാര്യം കാത്തിരുന്ന് തന്നെ കാണണം. വിളപ്പിൽ പഞ്ചായത്ത് ഭരണത്തിലേറുക BJP ആണ്. ഇത്തരത്തിൽ പലയിടങ്ങളിലും തിരുവനന്തപുരം നമ്മൾ നോക്കുകയാണെങ്കിലും ഈ വിമതന്മാരുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിമാരുടെയും ഒക്കെ പങ്ക് നിർണായകമാകും. വെങ്ങാനൂരിലും കാര്യം മറ്റൊന്നല്ല. അതിൽ വെങ്ങാനൂരിലെ CPM വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൾ ആർക്കൊപ്പം നിൽക്കുമെന്ന നിലപാടും വളരെ നിർണായകമാണ്. സ്വപ്ന. ദീപികയാണ് വിവരങ്ങളുമായി ചേർന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട് ഈ ജില്ലാ പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണം കൂടിയാണ്. കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുകയാണ്. അശ്വതി, എന്താണ് എറണാകുളം അടക്കമുള്ള മധ്യ കേരളത്തിലെ ഒരു അവസ്ഥ? പ്രത്യേകിച്ചും 4 പഞ്ചായത്തുകളിൽ നല്ല ടൈ ആണ്. അതുപോലെ കുറച്ചുകൂടി താഴത്തെ തട്ടിലേക്ക് എത്തുമ്പോൾ ഈ നേരത്തെ ദീപിക സൂചിപ്പിച്ചതുപോലെ കൂറുമാറ്റത്തിൻ്റെയും കളമാറ്റി ചവിട്ടലിൻ്റെയും ഒക്കെ ഒരു സാഹചര്യം കൂടിയുണ്ട്. വിവരങ്ങൾ. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പാമ്പാക്കുട ഡിവിഷൻ അംഗം KG രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു നേരത്തെ അദ്ദേഹം. ദളിത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യത്തെ 2.5 വർഷം ആലങ്ങാട് ഡിവിഷനിലെ സിൻഡ ജേക്കബ്, തുടർന്ന് കോടനാട് ഡിവിഷനിലെ അഡ്വക്കേറ്റ് അൽഫോൺസ ഡേവിസ് എന്നിവരെയും തിരഞ്ഞെടുത്തു. അശ്വതി ചേരുകയാണ് മധ്യ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി. അശ്വതി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല പഞ്ചായത്തുകളും ടൈ മത്സരമാണ്, കളം മാറി ചവിട്ടലുകളുണ്ട്. ഈ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ ടേം വെച്ച് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്ന സാഹചര്യം അടക്കം അങ്ങനെയുള്ള സമവായങ്ങളിലേക്കടക്കം എത്തുന്ന പഞ്ചായത്തുകളും നിരവധിയാണ്. വിവരങ്ങൾ. സ്വപ്ന, ഇതിൽ എറണാകുളം ജില്ല എന്ന് പറയുന്നത് UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും ഇത്തവണ വിമത സ്ഥാനാർത്ഥികളൊക്കെ ഒരുപാടുണ്ടായിരുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തലവേദനയായിരുന്നു. പക്ഷേ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് കോർപ്പറേഷൻ പിടിച്ചെടുത്തതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും UDF നിലനിർത്തിയിരിക്കുന്നത്. അതിൽ UDF-ന് വൻ ഭൂരിപക്ഷമുള്ള ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസിലെ KG രാധാകൃഷ്ണനാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അതുപോലെ തന്നെ സിൻഡ ജേക്കബ് ഉപാധ്യക്ഷയാവും. ജില്ലാ പഞ്ചായത്തിന് പുറമെ 82 ഗ്രാമപഞ്ചായത്തുകൾ, 14 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഈ ജില്ലയിലുള്ളത്. ഇതിൽ പലയിടങ്ങളിലും ടൈ മത്സരം ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു പക്ഷേ നറുക്കെടുപ്പ് വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ 14 ഡിവിഷനുകളിൽ UDF-നും LDF-നും 5 വീതം അംഗങ്ങളാണ് ഇവിടെ ഉള്ളത്. 2020 ആണ് 4 സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നത്. അതായത് കോർപ്പറേഷൻ പോലെയല്ല, പഞ്ചായത്ത് തലങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ 2020-ക്ക് വലിയ സ്വാധീനം ജില്ലയിലെ പല ഇടങ്ങളിലുമുണ്ട്. കഴിഞ്ഞ തവണത്തെ പഞ്ചായത്ത് നിലനിർത്താൻ 2020-ക്ക് സാധിച്ചില്ല എങ്കിൽ പോലും 2020-ക്ക് സ്വാധീനം പല പഞ്ചായത്തുകളിലും വളരെ നന്നായിട്ടുണ്ട്, ഭരണം പിടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊക്കെ പലയിടങ്ങളിലും 2020 ഒരു വലിയ ഘടകമായിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വന്നിട്ടുണ്ട് എന്നതാണ് എറണാകുളം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അതായത് LDF-ഉം UDF-ഉം NDA-യും മാത്രമല്ല, മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് 2020 ആണ്. അങ്ങനെ ഒരു ചതുഷ്കോണ മത്സരം കൂടി പലയിടങ്ങളിലും ഉണ്ട് എന്നതാണ് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ എറണാകുളം ജില്ലയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ വിവിധ പഞ്ചായത്തുകളിൽ ഇത്തരത്തിലുള്ള ചെങ്ങമനാട് പോലെയുള്ള പഞ്ചായത്തുകളിലും ഇത്തരം ടൈ മത്സരങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ ഒക്കെ തന്നെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആർക്കൊപ്പം നിൽക്കും എന്നതായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ ഒരു പക്ഷേ നറുക്കെടുപ്പിലൂടെ ഒരു ഭരണസമിതിയെ കണ്ടെത്താനുള്ള ഒരു നീക്കത്തിലേക്ക് പോകേണ്ടതായിട്ടും വരും എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. സ്വപ്ന. അശ്വതിയാണ് വിവരങ്ങളുമായി ചേർന്നത്. തൃശ്ശൂർ, കോഴിക്കോട്, ഇടുക്കി പഞ്ചായത്തുകളിൽ വനിതാ സംവരണം കൂടിയാണ്. ഒപ്പം നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ 2020 ഒരു സാന്നിധ്യം താഴെ തട്ടിലേക്ക് എത്തുമ്പോൾ അത് വേറൊരു തലത്തിലായിരിക്കും പ്രതിഫലിക്കുക. പലയിടത്തും വിമതന്മാരും സ്വതന്ത്രന്മാരും അടക്കം നിർണായകമാകുമ്പോൾ ഒരു ടൈ മത്സരത്തിനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ വർഷ ചേരുകയാണ് കാസർഗോഡ് നിന്ന്. വർഷ, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നു. നമുക്കറിയാം, ഈ കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ജില്ലാ പഞ്ചായത്ത് ഒരു 3 പതിറ്റാണ്ടിലേറെയായുള്ള ഒരു അപ്രമാദിത്വത്തിനാണ് തടയിട്ട് ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ UDF അധികാരത്തിൽ എത്തുന്നത്. വിവരങ്ങൾ.
അതേ സ്വപ്ന, കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ UDFനെ സംബന്ധിച്ച് ചരിത്ര മുഹൂർത്തമാണ്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ജില്ലാ പഞ്ചായത്തിൽ ചരിത്രത്തിൽ ആദ്യമായി UDF അധികാരത്തിലെത്തുകയാണ്. ആകെയുള്ള 28 ഡിവിഷനുകളിൽ 15 എണ്ണം നേടിയാണ് UDF അധികാരത്തിലെത്തുന്നത്. കോൺഗ്രസിന്റെ മില്ലി മോഹനാണ്, കോടഞ്ചേരി ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച മില്ലി മോഹനാണ് ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി KK നവാസ് ആണ് മത്സരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് KK നവാസ്. ഈ UDFലെ ധാരണ പ്രകാരം 2.5 വർഷം കോൺഗ്രസിനും 2.5 വർഷം ലീഗിനുമാണ് ഇവിടെ പ്രസിഡന്റ് സ്ഥാനം നൽകുന്നത്. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ടേമിലാണ് മില്ലി മോഹൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. എന്തായാലും UDFനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് കോഴിക്കോട് ഇന്നുള്ളത്. അതോടൊപ്പം തന്നെ LDFും സ്ഥാനാർത്ഥികളെ നിർത്തുന്നതാണ്. 13 സീറ്റുകളാണ്, 13 ഡിവിഷനുകളാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ LDFന് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ P ഷാരുദിയാണ്, പന്തീരാങ്കാവ് ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച P ഷാരുദിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അഞ്ജിത ഷനൂബാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. എന്തായാലും UDFന് വ്യക്തമായ ഭൂരിപക്ഷമുള്ള ജില്ലാ പഞ്ചായത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ UDFനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചരിത്ര മുഹൂർത്തങ്ങൾക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇനി കോഴിക്കോടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 70 ഗ്രാമപഞ്ചായത്തുകളിൽ 42 എണ്ണവും UDFനാണ്, 24 ഇടമാണ് LDFനുള്ളത്. മറ്റ് 4 ഇടങ്ങളിലും ഒപ്പത്തിനൊപ്പമാണ്. അങ്ങനെയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെയും ഗ്രാമപഞ്ചായത്തിലെയും ഒരു സ്ഥിതി. എന്തായാലും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എടുത്തു നോക്കുകയാണെങ്കിൽ UDFന് വ്യക്തമായൊരു മേൽക്കോയ്മ കോഴിക്കോട് കഴിഞ്ഞ തവണത്തേക്കാൾ ഉപരി ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഇത്തവണ കോഴിക്കോട് UDFനുള്ള പ്രാധാന്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും 10:30 തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ആരംഭിക്കും. അല്പം അത് കഴിഞ്ഞതോടുകൂടി തന്നെ ആദ്യമായി UDFന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരത്തിൽ വരും. അതൊരു വനിതയാണ്. കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള, കോൺഗ്രസ് നേതാവായിട്ടുള്ള മില്ലി മോഹനാണ് സ്ഥാനാർത്ഥി എത്തുന്നത്. വർഷാവൊപ്പം ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തുകൾ LDF ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ വയനാട് UDFും ഉറപ്പിച്ചു കഴിഞ്ഞു. മലപ്പുറത്തേക്ക് എത്തുകയാണെങ്കിൽ പ്രതിപക്ഷമില്ലാതെയാണ് UDF അധികാരത്തിലെത്തുന്നത്. സ്വപ്ന, കണ്ണൂർ, കാസർഗോഡ് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ കണ്ണൂരും കാസർഗോഡും LDF വിജയം ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. LDFനെ സംബന്ധിച്ച് കണ്ണൂർ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം ജില്ലാ പഞ്ചായത്ത് തന്നെയാണ്. കഴിഞ്ഞ തവണ 17 സീറ്റുകൾ കിട്ടിയെടുത്ത് ഈ തവണ 18 സീറ്റുകൾ LDFന് ലഭിച്ചിട്ടുണ്ട്. മറ്റ് കോർപ്പറേഷനും മറ്റ് പഞ്ചായത്തുകളും എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ CPM നേതാക്കൾ, അതേപോലെ LDF നേതാക്കൾ എടുത്തു പറയുന്ന കാര്യം ഈ ജില്ലാ പഞ്ചായത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് വലിയ ഒരു അഭിമാനം തന്നെയാണുള്ളത്. 17 നിന്നും 18 സീറ്റായി ഉയർത്തി UDFന് 7 സീറ്റുകളാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മത്സരത്തിന്റെ ആവശ്യമില്ല. LDFന്റെ സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചു തന്നെ പ്രഖ്യാപിക്കാം. ബിനോയ് കുര്യനാണ് CPM ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ബിനോയ് കുര്യനാണ് അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. T ഷബ്നയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. രണ്ടുപേരും പരിചയ സമ്പത്തുള്ള, പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും നിന്ന് പരിചയ സമ്പത്തുള്ള 2 വ്യക്തികളാണ് LDFന് കണ്ണൂർ സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുന്നത്. ഇനി കാസർഗോഡേക്ക് പോകുകയാണെങ്കിലും സ്ഥിതി അത് തന്നെയാണ്. LDFന് അവിടെ LDFന് 9 സീറ്റും UDFന് 8 സീറ്റും അതേപോലെ BJPക്ക് 1 സീറ്റുമാണ്. ഇവിടെയും CPM, അതായത് LDF വിജയം ഉറപ്പിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ CPMലെ സാബു എബ്രഹാമാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. ഇനി മലപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ മലപ്പുറത്ത് പ്രതിപക്ഷമില്ലാതെയാണ് UDF അധികാരത്തിലെത്തുന്നത്. UDFന്റെ PA ജബ്ബാർ ഹാജിയാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. അദ്ദേഹം മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഇനി ഇവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന AP ഉണ്ണികൃഷ്ണന്റെ മകളായിട്ടുള്ള AP സ്മിതയാണ്. അങ്ങനെ ഇതിനോടകം തന്നെ മലപ്പുറത്തും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇനി നടപടിക്രമങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും പ്രതിപക്ഷമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെയും വിജയം ഉറപ്പായിട്ടുണ്ട്. വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ വയനാട് UDFന്റെ ഒരു മേൽക്കോയ്മയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. LDF പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നില്ല. കാരണം 17 സീറ്റുകളിൽ 15 എണ്ണവും ഉള്ളത് UDFനാണ്. അതുകൊണ്ട് തന്നെ 2 സീറ്റുകളാണ് LDFനുള്ളത്. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് ഈ ഒരു കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്തുകളുടെ ഒരു സ്ഥിതി. വർഷയാണ് വിവരങ്ങളുമായി ചേർന്ന്. മലപ്പുറത്തേക്ക് എത്തിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാണ്. ഈ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ തിരുവാലി, മലപ്പുറം തിരുവാലിയിലും വളവന്നൂരിലും UDFിൽ തർക്കം ഇപ്പോഴും തുടരുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അരവിന്ദൻ ചേരുന്നു. അരവിന്ദൻ, ഈ തിരുവാലിയിൽ മുസ്ലിം ലീഗൊപ്പം വളവന്നൂരിൽ കോൺഗ്രസ്, ഇവർ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.
സ്വപ്ന, തീർച്ചയായും മലപ്പുറത്ത് വലിയ ഭൂരിപക്ഷമാണ് UDF കിട്ടിയിരുന്നത്. ഏതാണ്ട് UDF മലപ്പുറം ജില്ല തൂത്തുവാരുകയായിരുന്നു. ഈ ആഘോഷങ്ങൾക്കെല്ലാം ഇടയിലാണ് ഇപ്പോൾ 2 പഞ്ചായത്തുകളിൽ വലിയ തർക്കം നടക്കുന്നത്. ഒരു പഞ്ചായത്ത് തിരുവാലിയാണ്. തിരുവാലിയിൽ ഇത്തവണ ആകെയുള്ളത് 19 സീറ്റാണ്. ഈ 19 സീറ്റിൽ 11 UDF-നാണ് ലഭിച്ചിരുന്നത്, 7 കോൺഗ്രസിനും 4 മുസ്ലിം ലീഗിനും. ഇവിടെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം പങ്കിടണമെന്നാണ് ലീഗിന്റെ ആവശ്യം. എന്നാൽ ഇതിന് കോൺഗ്രസ് വഴങ്ങിയിട്ടില്ല. അതിനാൽ തന്നെ തിരുവാലിയിൽ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് മുസ്ലിം ലീഗിന്റെ ഇതുവരെയുള്ള തീരുമാനം. ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. ഇതുപോലെ തന്നെ വളവന്നൂർ പഞ്ചായത്തിലും മുസ്ലിം ലീഗിനാണ് മേധാവിത്വം. ഇവിടെയുള്ള ആകെയുള്ള 21 സീറ്റിൽ 16 മുസ്ലിം ലീഗ് UDF ആണ് ജയിച്ചത്. ഇതിൽ 13 മുസ്ലിം ലീഗാണ്, 3 കോൺഗ്രസിനുള്ളത്. ഇവിടെ ആണെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതിന് ലീഗ് തയ്യാറായിട്ടില്ല. ഇത്തരം തർക്കങ്ങളാണ് ഇപ്പോൾ 2 ഗ്രാമപഞ്ചായത്തുകളിൽ UDF-നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. എന്തായാലും ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും എല്ലാം ചർച്ച തുടരുന്നുണ്ട്. അവസാന നിമിഷമെങ്കിലും പ്രശ്നം പരിഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഇരു മുന്നണി നേതൃത്വവും ഇരു പാർട്ടി നേതൃത്വവും. എന്തായാലും ഇപ്പോൾ നിലവിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സ്വപ്ന, തീർച്ചയായും ചുരുങ്ങിയ മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. എങ്ങനെയെങ്കിലും ഈ തർക്കമൊന്ന് പരിഹരിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. ശരിക്കും ഈ ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽ പുണ്ണെന്ന ചൊല്ലുപോലെ തന്നെയാണ് ഈ മലപ്പുറം തിരുവാലിയിൽ UDF-ന്റെ ഒരു അവസ്ഥ എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഭൂരിപക്ഷം ലഭിച്ചത്. എന്നിട്ടും ഇപ്പോൾ ഈ തമ്മിലടി കാരണം ഈ UDF-ന് അധികാരം നഷ്ടപ്പെടുമെന്ന അവസ്ഥയാണ് നിലവിൽ. 4 പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിനൊടുവിലാണ് തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ UDF-ന് ഭൂരിപക്ഷം ലഭിച്ചത്. ആകെയുള്ള 19 സീറ്റിൽ 11 വിജയിച്ചത് UDF മുന്നണിയാണ്. കോൺഗ്രസ് 7 സീറ്റിലും മുസ്ലിം ലീഗ് 4 സീറ്റിലും ജയിച്ചു. LDF-നാകട്ടെ 8 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. നിർണായക അംഗബലമുള്ളതിനാൽ പ്രസിഡന്റ് സ്ഥാനം വീതം വെക്കണമെന്നാണ് ലീഗിന്റെ ആവശ്യം. 2 വർഷം ഞങ്ങൾക്ക് മുസ്ലിം ലീഗിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അത് തരാൻ അവർക്ക് വലിയൊരു സന്തോഷത്തോടു കൂടി തരാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞപ്പോൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊടുക്കുകയും മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്തെങ്കിലും UDF ഒറ്റക്കെട്ടായി പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് അന്ന് ഇന്നും ഇപ്പോഴും ഞങ്ങളുള്ളത്. ഇപ്പോൾ ഞങ്ങളോട് സംസാരിക്കുകയാണെങ്കിലും ഞങ്ങൾ തയ്യാറാണ്. UDF-ൽ എന്ത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണെങ്കിലും നല്ലൊരു UDF ഭരണം ഉണ്ടാകണം. കോൺഗ്രസ് വഴങ്ങിയില്ലെങ്കിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ലീഗിന്റെ ആലോചന. അങ്ങനെ വന്നാൽ LDF അധികാരത്തിൽ തുടരും. എന്നാൽ ലീഗിന്റെ ആവശ്യം അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. ദീർഘകാലത്തെ ശ്രമഫലമായി ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും തമ്മിലടി കാരണം അധികാരം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് തിരുവാലി പഞ്ചായത്തിലെ UDF പ്രവർത്തകർ. അമൃത ന്യൂസ്, മലപ്പുറം. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ രാജ്യാന്തര ലോബിയുടെ പങ്ക് അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് എന്തായാലും SIT. ഇതിനായി D മണിയെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്നലെ ചോദ്യം ചെയ്യൽ നടത്തിയെങ്കിലും മണി സഹകരിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ദേവിക ചേർന്ന വിവരങ്ങളുമായി. ദേവിക, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT വീണ്ടും മണിയെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം, മണി തന്നെയാണ് എന്ന് ഈ പ്രവാസി ഒന്നുകൂടി ഉറപ്പിച്ചൊരു സാഹചര്യത്തിൽ മണിയെ വീണ്ടും ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം SIT അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ മണി ഈ അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട്. തീർച്ചയായിട്ടും സ്വപ്ന, മുൻപ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഇത്തരത്തിൽ അന്താരാഷ്ട്ര ലോബിയുമായി, അതായത് പുരാവസ്തുക്കൾ കടത്തി വിൽക്കുന്ന അന്താരാഷ്ട്ര ലോബിക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമുണ്ടോ എന്ന സംശയം ഉന്നയിച്ച് രംഗത്ത് വരുന്നതും അതിൻ്റെതായിട്ടുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുന്നതും. അതിനുശേഷം രമേശ് ചെന്നിത്തല SITക്ക് മൊഴി നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വിവരങ്ങൾ, അദ്ദേഹം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന്, ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു നൽകിയ വ്യവസായി SITക്ക് മുന്നിൽ D മണി എന്നൊരു പേര് വെക്കുന്നു. അങ്ങനെയാണ് അന്വേഷണ സംഘം ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര ബന്ധം അല്ലെങ്കിൽ ഒരു രാജ്യാന്തര ലോബി ഇത്തരത്തിലൊരു സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുണ്ടോ എന്ന അന്വേഷണത്തിലേക്ക് കടക്കുന്നതും ഈ D മണി ആരാണ്, എവിടെയാണ് എന്ന അന്വേഷണത്തിലേക്ക് കടക്കുന്നതുമൊക്കെ. അതിനുശേഷമാണ് D മണിയെ അന്വേഷണ സംഘം കണ്ടെത്തുന്നതും ചോദ്യം ചെയ്യുന്നതും. പക്ഷേ ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ട് കൂടി D മണി വ്യക്തമായി സഹകരിക്കുന്നില്ല. തന്റെ പേര് D മണി എന്നല്ല MS മണിയാണെന്നൊക്കെയുള്ള വാദം ഇദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ SIT
പറയുന്നത് പേരിലൊരു പിശക് പറ്റിയിട്ടുണ്ടെങ്കിലും ഈ വ്യക്തി ഇത് തന്നെയാണ് എന്നാണ്. കാരണം ഈ ഡി മണിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് എടുത്ത ചിത്രങ്ങൾ, ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഈ വ്യവസായിയെ കാണിച്ച് ഈ വ്യക്തി തന്നെയാണ് ഇയാൾ ഉദ്ദേശിച്ചതെന്ന് SIT ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഇടനിലക്കാരനായി നിന്ന് കടത്തി ഡി മണിക്ക് കൈമാറിയിട്ടുണ്ട് എന്ന വിവരത്തിൽ തന്നെയാണ് SITയും ഉറച്ചു നിൽക്കുന്നത്. ഈ ഡി മണി എന്ന് പറയുന്നത് പണ്ട് ദിണ്ടികളിൽ ഈ പോപ്കോൺ വിറ്റ് നടന്നൊരു മനുഷ്യനാണ്. അതിനുശേഷം ഓട്ടോ ഡ്രൈവറായി ഇദ്ദേഹം ജോലി നോക്കിയിട്ടുണ്ട്. അതിനുശേഷമുള്ള ഈ ഒരു ഡി മണിയുടെ വളർച്ച വളരെ വലുതാണ്. റിയൽ എസ്റ്റേറ്റ് തലത്തിലേക്ക് വലിയ നിക്ഷേപമുള്ള ഒരാളായി ഡി മണി വളർന്നത് എങ്ങനെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി SIT അന്വേഷണം നടത്തുന്നത്. ഡി മണിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് SITയുടെ തീരുമാനം. ഇതിനു പിന്നിൽ ഒരു അന്താരാഷ്ട്ര ലോബിയുടെ കൈകടത്തലുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ ഇദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട്, വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ നിലപാടിൽ തന്നെയാണ് SIT ഉറച്ചു നിൽക്കുന്നത്. 30-ാം തീയതി വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന മണിയോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വരും ദിവസങ്ങളിൽ താൻ ഈ വ്യക്തി അല്ല എന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഈ അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് തന്നെയാണ് SITക്ക് മുന്നിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വപ്ന. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി പരിശോധിക്കാൻ CPM നേതൃയോഗങ്ങൾ ഇന്നു മുതൽ ചേരും. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും തിരിച്ചടിയായി എന്ന ജില്ലാ കമ്മിറ്റികളുടെ വിലയിരുത്തൽ ചർച്ചയാകും. അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് വിവരങ്ങളുമായി. അൺഫിലിറ്റ്, ഈ ജയപരാജയത്തെ ചൊല്ലി CPMനുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായം നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരമില്ല, ശബരിമല വിഷയം തിരിച്ചടിയായില്ല എന്ന നിലപാടിലേക്ക് എത്തുമ്പോൾ ഈ താഴെത്തട്ടിൽ ജില്ലാ കമ്മിറ്റികളടക്കം താഴെത്തട്ടിലേക്കൊക്കെ എത്തുമ്പോൾ ഇത്തരത്തിൽ തിരിച്ചടിയായി എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ്. എന്തായാലും സമഗ്രമായ ഒരു വിലയിരുത്തലും തിരിച്ചൽ നടപടികളും ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ചുവരവ് എന്നതിനൊക്കെ അപ്പുറം അത് മാറ്റി നിർത്തിയാൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരിക്കും ഒരുപക്ഷെ LDFന്. സ്വപ്ന, തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ CPMന്റെ LDFന്റെ യോഗം ചേർന്നിരുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേർന്നിരുന്നു. അപ്പോൾ LDFന്റെ യോഗത്തിലെടുത്തൊരു തീരുമാനമാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും, അതായത് ഘടകകക്ഷികൾ ഓരോരുത്തരും പ്രത്യേകം തന്നെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തിയതിനു ശേഷം ഇടതുമുന്നണി യോഗം ജനുവരി ആദ്യവാരം ചേരും. അപ്പോൾ എന്തായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ പരാജയമെന്ന് സമഗ്രമായ ഒരു പഠനം നടത്തി അതനുസരിച്ച് പരിഹരിക്കേണ്ടത്, എവിടെയാണോ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകേണ്ടത് അതനുസരിച്ച് പോകാം. ഓരോ രാഷ്ട്രീയ ഘടകകക്ഷികളും പ്രത്യേകം തെരഞ്ഞെടുപ്പ് വിലയിരുത്തണം, പരാജയം വിലയിരുത്തണം എന്നൊരു നിർദ്ദേശം. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പാർട്ടികളും വിലയിരുത്തുകയാണ്. ആദ്യം CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം, CPMന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും, നാളെയും മറ്റന്നാണ് സംസ്ഥാന സമിതി ചേരും. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്തായിരുന്നു തെരഞ്ഞെടുപ്പിന് പറ്റിയ പ്രധാന കാരണമെന്ന് വിലയിരുത്തും. അതിനുശേഷം നാളെയും മറ്റന്നാളും ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും സംസ്ഥാന സമിതി ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യും. ഇതനുസരിച്ചായിരിക്കും ജനുവരി ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ CPM എന്തായിരുന്നു കാരണമെന്ന് CPM വിശദീകരിക്കും. അതനുസരിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും വിശദീകരിക്കും. അതേസമയം CPMനെ സംബന്ധിച്ച് CPMന്റെ ജില്ലാ കമ്മിറ്റികളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളിലൊക്കെ തന്നെയും പ്രത്യേകമായി വിലയിരുത്തൽ നടത്തിയപ്പോൾ ശബരിമല വിഷയം വലിയ രീതിയിൽ, ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ രീതിയിൽ ആഞ്ഞടിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ജില്ലാ കമ്മിറ്റികൾ പലതിലും വിലയിരുത്തലുണ്ടായത്. ആ വിലയിരുത്തലുകളൊന്നും ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായുള്ള ചർച്ചയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുമെന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി അടക്കം MP ഗോവിന്ദൻ അടക്കമുള്ളവരെ അത്തരത്തിലെ വിലയിരുത്തലുകളെ എങ്ങനെ അംഗീകരിക്കുമെന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം മുഖ്യമന്ത്രി 2 ദിവസം മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പോലും ശബരിമല വിഷയം വല്ലാണ്ട് അങ്ങ് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ, അതായത് CPMന്റെ നേതൃയോഗങ്ങൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ആദ്യമേ തന്നെ അത് ശബരിമല വിഷയം വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയും കണക്കുകൾ നിരത്തിയാണ് അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയും ഒക്കെ ചെയ്തത്. അതായത് BJPയെ അങ്ങനെയെങ്കിൽ BJPക്ക് വലിയ രീതിയിലൊരു തരംഗം ഉണ്ടാകേണ്ടതാണ്, BJPക്ക് ബാധിക്കേണ്ടതായ പന്തളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ BJPയുടെ കയ്യിൽ നിന്ന് മുനിസിപ്പാലിറ്റി പോയി എന്ന രീതിയിൽ കണക്കുകളൊക്കെ നിരത്തി മുഖ്യമന്ത്രി അതിനെ ഖണ്ഡിക്കുകയും അതിനെ വാദിക്കുകയും ഒക്കെ ചെയ്തു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പോലും ഇങ്ങനെ പറയുമ്പോൾ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി ചേരുമ്പോൾ ഈ ശബരിമല വിഷയവും വെള്ളാപ്പള്ളിയുമായിട്ടുള്ള യാത്ര, ഇതൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയൊരു മെസ്സേജ് എന്തായിരുന്നു? ഇതൊക്കെ ന്യൂനപക്ഷ സമുദായം ആകെ പാർട്ടിയിൽ നിന്നൊക്കെ അകന്നു പോകുന്നതിന്, ആ വോട്ടുകളൊക്കെ ഭിന്നിച്ചു പോകുന്നതിനൊക്കെ കാരണമായി എന്ന് വിലയിരുത്തലുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി അതിന് മുഴുവനും എതിർക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടറിയിൽ എന്ത് രീതിയിലുള്ള ഒരു വിലയിരുത്തലാകും ഉണ്ടാവുക എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം നാളെയും മറ്റന്നാളും CPMന്റെ സംസ്ഥാന സമിതി ചേരുമ്പോൾ
ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് എടുക്കുന്ന അതേ തീരുമാനമായിരിക്കില്ല നാളെയും മറ്റന്നാളും സംസ്ഥാന സമിതി. കാരണം സംസ്ഥാന സമിതിയിൽ കൂടുതൽ അംഗങ്ങളാണ്. അവർ ഉറപ്പായ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു വേദി കൂടിയാണ് സംസ്ഥാന സമിതി. സംസ്ഥാന സമിതിയിൽ എടുക്കുന്ന തീരുമാനവും നിർണായകം തന്നെയായിരിക്കും. പക്ഷെ അതിനു മുൻപ് നയരൂപീകരണം എന്ന രീതിയിലായിരിക്കും ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കൃത്യമായ വിലയിരുത്തൽ നടത്തുക. അതേസമയം ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന ബോഡിയാണ്. മുതിർന്ന ഘടകങ്ങൾ ഏത് രീതിയിലുള്ള ഒരു വിലയിരുത്തലാകും നടത്തുക എന്നതിനനുസരിച്ചായിരിക്കും നാളെയും മറ്റന്നാളും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആ ഒരു വിഷയം അവതരിപ്പിക്കുക. സ്വപ്ന, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി പരിശോധിക്കാൻ CPM നേതൃയോഗങ്ങൾ ഇന്നു മുതൽ ചേരും. ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, നാളെയും മറ്റന്നാളും സംസ്ഥാന സമിതിയുമാണ് ചേരുന്നത്. ഭരണവിരുദ്ധ വികാരം, ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള, ഇത് തിരിച്ചടിയായി എന്നാണ് ജില്ലാ കമ്മിറ്റികളുടെ വിലയിരുത്തൽ. താഴെത്തട്ടിലടക്കമുള്ള ഒരു വിലയിരുത്തലുകളടക്കം ശേഖരിച്ച് ചർച്ച ചെയ്യാൻ തന്നെയാണ് CPMന്റെ നീക്കം. മൺഫീൽഡാണ് വിവരങ്ങളുമായി ചേർന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആദ്യ യോഗം ഇന്ന് ചേരും. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗം രാവിലെ 11 മണിക്കാണ്. 28.08 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട്. പകുതിയിലധികം പേരെയും കണ്ടെത്താനായിട്ടില്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വാദം. 28,529 പേരാണ് അവസാനത്തെ കണക്ക് പ്രകാരം പേര് ചേർക്കാൻ അപേക്ഷ നൽകിയിട്ടുള്ളത്. 6,242 പ്രവാസികളും അപേക്ഷ നൽകിയിട്ടുണ്ട്. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye Sharanamayyappo. 41 ദിവസം നീണ്ടുനിന്ന ശബരിമല തീർത്ഥാടന കാലത്തിന് ഇന്ന് സമാപനമാവുകയാണ്. മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപ്തി കുറിച്ചുകൊണ്ടുള്ള മണ്ഡല പൂജ ഇന്നാണ്. ദർശനത്തിന് വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിന്നും നിയന്ത്രണങ്ങളുടെ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് സുധീഷ് ചേരുകയാണ്. സുധീഷ്, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പറഞ്ഞതുപോലെ മണ്ഡല പൂജയോടുകൂടി ഈ തീർത്ഥാടന തീർത്ഥകാലത്തിലെ ഒരു ആദ്യ ഘട്ടം കഴിയുകയാണ്. ഇന്നിപ്പോൾ കൃത്യമായ നിയന്ത്രണങ്ങളടക്കം ശബരിമലയിലും സന്നിധാനത്തുമുണ്ടല്ലോ. തീർച്ചയായും സ്വപ്ന, 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളുടെ ഒരു പരിസമാപ്തി കുറിച്ചുള്ള മണ്ഡലകാല മഹോത്സവത്തിനാണ് ഇന്ന് പരിസമാപ്തിയാകുന്നത്. ഇന്ന് രാവിലെ 10:10 11:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡല പൂജ തന്ത്രി മോഹൻ ഖണ്ഡരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുക. ഇതിനാവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ശബരിമലയിൽ പൂർത്തിയായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്കേക്ക് ഘോഷയാത്രയോടനുബന്ധിച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങൾ ഇന്നും ഈ മണ്ഡല പൂജയോടനുബന്ധിച്ചും തുടരുന്നുണ്ട്. വെർച്വൽ ക്യൂ വഴി 35,000 ഭക്തർക്ക് മാത്രമാണ് ഇന്ന് പ്രവേശനമുള്ളത്. ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ 2,000 ഭക്തരെയും മാത്രമാണ് ഇന്ന് ഇവിടെ ശബരിമല സന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കുക. ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് മണ്ഡല പൂജയോടുകൂടി ഈ മണ്ഡലകാല മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭക്തരുടെ എണ്ണത്തിലുള്ള വർധനവ് ഇത്തവണത്തെ ഒരു ശബരിമല തീർത്ഥാടന കാലത്തിൽ കൂടുതൽ ഭക്തർ എത്തുന്നു എന്ന തരത്തിലുള്ള കണക്കുകളൊക്കെയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ 25 വരെയുള്ള കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ 33 ലക്ഷത്തിന് പുറത്ത് ഭക്തരാണ് ശബരിമലയിൽ ഇപ്പോൾ ദർശനം നടത്തി മടങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഭക്തരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നത് തന്നെ ക്രമീകരണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളിലേക്കൊക്കെ കടക്കുന്നതിലേക്ക് അധികൃതർക്ക് കൃത്യമായ ഒരു മാർഗനിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് മണ്ഡലപൂജ മഹോത്സവം കഴിയുന്നതോടുകൂടി രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 11 മണിക്കാണ് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത്. പക്ഷേ ഇന്ന് മണ്ഡലപൂജയോടനുബന്ധിച്ച് ഇന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. തുടർന്ന് മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ 30 വൈകിട്ട് 5 മണിക്കാണ് വീണ്ടും നട തുറക്കുക. മണ്ഡലപൂജ മഹോത്സവം സമാപിക്കുന്നതോടുകൂടി ശബരിമലയിലെ തീർത്ഥാടനത്തിലെ ഒരു പ്രധാന ഘട്ടം കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. അതിനുശേഷം പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ ദിവസം പമ്പയിൽ ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ എല്ലാ വകുപ്പുകളും ചേർന്ന് പൂർത്തിയാക്കുന്നതായുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. വനം വകുപ്പിന്റെയും പോലീസിന്റെയും ഒപ്പം ദേവസ്വം ബോർഡിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ഒരു മാർഗനിർദ്ദേശങ്ങളാണ് ഈ മകരവിളക്ക് മഹോത്സവത്തിനായി ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. മകരവിളക്ക് മഹോത്സവം സുഗമമായി നടത്തുന്നതിനും മകരദർശനം സുഗമമായി ഭക്തർക്ക് ദർശിക്കുന്നതിനുമൊക്കെയുള്ള സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ശബരിമലയിൽ ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞു. ഇതിനായി അന്യസംസ്ഥാന സർവീസ്
വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കുള്ള നിയന്ത്രണങ്ങളും ഒപ്പം തന്നെ വാഹനങ്ങൾ ഇവിടേക്ക് കടത്തിവിടുന്നത് അടക്കമുള്ള നിയന്ത്രണങ്ങളും ഒക്കെ ഈ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി തുടരും. പ്രധാനമായും മകരവിളക്ക് ജ്യോതി ദർശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതിനായിട്ടുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി വന്നു, അല്ലെങ്കിൽ ഇതിനായി ക്രമീകരണങ്ങൾ ഒരുക്കി തുടങ്ങിയതായുള്ള വിവരങ്ങളും ആണ് സ്വപ്ന അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും സുധീഷ, അത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. അത് ഒരു പരാതികളില്ലാത്ത മണ്ഡലകാലം അത് പര്യവസാനിക്കും. നമ്മൾ ഈ മണ്ഡലകാലത്തിൻ്റെ ആദ്യത്തെ തുടക്ക ദിവസത്തിൽ നമ്മൾ കണ്ട ആ ഒരു തിരക്ക് അതുമായി ബന്ധപ്പെട്ട, പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇങ്ങോട്ട് ഈ 41 ദിവസം തികയുമ്പോൾ പരാതികളൊന്നും ഇല്ലാത്ത ഒരു മണ്ഡലകാലത്തിന് തന്നെയാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. തുടക്കത്തിൽ ഈ ഭക്തരുടെ എണ്ണത്തിലുള്ള വർധനവിനനുസരിച്ച് കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ പോലീസിനും ഒപ്പം തന്നെ മറ്റു വകുപ്പുകൾക്കുമൊക്കെ ചില ഒരു ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വരുന്ന ദിവസങ്ങൾ അതിനുശേഷം ഈ മണ്ഡലകാലം ആരംഭിച്ച 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എല്ലാ വകുപ്പുകൾക്കും കഴിഞ്ഞു എന്നത് തന്നെ വളരെ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. അത്തരത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ തരത്തിലുള്ള ക്രമീകരണങ്ങളോടുകൂടി ഭക്തരെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നതിനും ഒപ്പം തന്നെ സുഗമമായ ദർശനം നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ മണ്ഡല മഹോത്സവം സമാപിക്കുമ്പോൾ, ഈ മണ്ഡലകാലം സമാപിക്കുമ്പോൾ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിനും അല്ലെങ്കിൽ മറ്റു വകുപ്പുകൾക്കുമൊക്കെ അവർക്ക് പറയാൻ കഴിയുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മാതൃക അതുതന്നെയായിരുന്നു. കാരണം ഈ തിരക്കുകൾ കൂടിയ സമയത്ത് പരാതികൾ സ്വാഭാവികമായും ഭക്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അത്തരത്തിൽ ഭക്തരുടെ ഭാഗത്ത് ഏറെ സമയം ക്യൂ നിൽക്കണം, ഏറെ സമയം ദർശനത്തിനായി കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നൊക്കെയുള്ള പരാതികൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഒരു വിരാമം കുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെയായിരുന്നു പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും ഈ ദർശനത്തിന് ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നത്. കാരണം ഈ നടപ്പന്തലിലെത്തി ഭക്തർ കൂടുതലായി ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഭക്തരെ ചെറിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സന്നിധാനത്തേക്ക് കടത്തിവിടുന്ന ഒരു കാഴ്ചയാണ് പിന്നീടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഭക്തർ ഏറെ സമയം ഈ നടപ്പന്തലിലൊക്കെ വന്ന് അടിഞ്ഞു നിന്ന് അല്ലെങ്കിൽ ഏറെ സമയം അവർ തെള്ളി നിന്ന് അല്ലെങ്കിൽ ക്യൂ നിന്ന് ഇങ്ങനെ അത്തരത്തിലുള്ള ഒരു അസ്വസ്ഥത ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ പിന്നീടുള്ള ഘട്ടങ്ങളിലൊക്കെ ഒരുക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ ഒരു സുഗമമായ മണ്ഡലകാല മഹോത്സവമാണ് ഇപ്പോൾ സമാപിക്കുന്നതെന്ന് വേണം കരുതാൻ. ഭക്തർക്ക് അത്തരത്തിൽ പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും തന്നെ പരാതികൾ ഉണ്ടായിരുന്നില്ല. കൂടുതലും അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തരൊക്കെ തന്നെയാണ് സാധാരണ ഇവിടെ ഈ ദർശനത്തിനെത്തുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ, അവർക്ക് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ അവർ ഒരു ആശങ്കയായി പറയുകയുണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ തവണ ഈ മണ്ഡല മഹോത്സവം സമാപിക്കുമ്പോൾ അത്തരത്തിലുള്ള ആശങ്കകൾക്കൊന്നും ഇടപെട വരുത്താതെയാണ് ഈ മണ്ഡല മഹോത്സവം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് ഇന്ന് എത്തുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനും ഇത്തരത്തിൽ ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഭക്തർക്ക് ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കി അവർക്കൊരു സുഗമമായ അയ്യപ്പ ദർശനം സാധ്യമാക്കുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കി തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കരുതാം മകരവിളക്ക് മഹോത്സവം ഇത്തരത്തിൽ വളരെ ഭംഗിയായി ഭക്തർക്കെല്ലാം സുഗമമായ അയ്യപ്പ ദർശനവും ഒപ്പം മകരജ്യോതി ദർശനവും ഒക്കെ കണ്ടുമടങ്ങുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർക്ക് ലഭിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുക്കങ്ങൾ ആണ് ഇപ്പോൾ പൂർത്തിയായി വരുന്നത്. ആ കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ ദേവസ്വം ബോർഡിനും ഒപ്പം തന്നെ മറ്റ് വകുപ്പുകൾക്കുമൊക്കെ കഴിയുന്നു എന്നത് ഇത്തരത്തിൽ ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഏതായാലും ഇന്ന് മണ്ഡല മഹോത്സവം സമാപിക്കുന്നു. മണ്ഡല പൂജയോടുകൂടി ഇത്തവണത്തെ അല്ലെങ്കിൽ ഇക്കൊല്ലത്തെ മണ്ഡല മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ആണ് രാവിലെ 10:10-നും 11:30-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ ഈ ശബരീശ സന്നിധിയിൽ മണ്ഡല പൂജ മഹോത്സവം നടക്കുക. അതിനുശേഷം വൈകിട്ട് 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. തുടർന്ന് മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ 30-ന് 5 മണിക്ക് വൈകിട്ട് 5 മണിക്ക് നട വീണ്ടും തുറക്കും. പ്രതിഷ്ഠിതിയുടെ 41 പുണ്യ ദിവസങ്ങൾക്ക് പരിസമാപ്തിയാവുകയാണ്. ഇന്ന് മണ്ഡല പൂജയോടുകൂടി നടയടയ്ക്കും. ഇനി 30-നായിരിക്കും മകരവിളക്ക് പൂജകൾക്കായി നട തുറക്കുക. സുധിഷാണ് വിവരങ്ങളുമായി ചേർന്നത്. കോഴിക്കോട് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് വിജയകരമായ തുടക്കം. ആദ്യ ദിവസം മുതൽ ഫെസ്റ്റിവൽ കാണാനായി നിരവധി പേരാണ് എത്തുന്നത്. സാഹസിക ജലവിനോദങ്ങളും കലാപരിപാടികളും കണ്ട് കോഴിക്കോടിന്റെ തനത് രുചികളും നുകർന്നാണ് വന്നവർ മടങ്ങിയത്. വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും DTPCയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഫെസ്റ്റ് 28 വരെയാണ്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ 5ാം പതിപ്പിലും മുൻ വർഷത്തെ പോലെ തന്നെ ജനപ്രവാഹമാണ്. ക്രിസ്മസ് അവധിക്കാലമായതിനാൽ കുട്ടികളോടൊപ്പം കുടുംബസമേതമാണ് എല്ലാവരും ജലമാമാങ്കം കാണാൻ എത്തുന്നത്. വിവിധ ജല കായിക ഇനങ്ങൾ, ഭക്ഷ്യമേള, അന്താരാഷ്ട്ര പട്ടം പറത്തൽ മത്സരം, മറ്റു കലാ സാംസ്കാരിക സംഗീത പരിപാടികൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറുന്ന ഫെസ്റ്റ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും DTPCയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്.
ടൂറിസം ഭൂപടത്തിൽ ബേപ്പൂരിന്റെ സ്ഥാനം ഉറപ്പിക്കാനും ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ തീരദേശ മേഖലയിൽ ജനങ്ങളുടെ ഐക്യം വർദ്ധിപ്പിക്കാനും വാട്ടർ ഫെസ്റ്റ് കാരണമായതായി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഈ നാടിനെ ആകെ അഭിവൃദ്ധിപ്പെടുത്തുന്നു. ചെറുകിട കച്ചവടക്കാർ മുതൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ ഈ നാടിനാകെ സാമ്പത്തികവും സാമൂഹികവുമായ അഭിവൃദ്ധിക്ക് കാരണമായി മാറുന്ന ഈ ഫെസ്റ്റ് ഈ നാടിന്റെ പ്രതീക്ഷയാണ്. ഈ അവധിക്കാലം ഇവിടെയുള്ള എല്ലാവരും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റാത്ത നിലയിലേക്ക് അവരുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളെല്ലാം ഈ പ്രദേശത്തേക്ക് വരുന്ന ഒരു സ്ഥിതി ഇപ്പോൾ പൊതുവേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അത് നമുക്ക് ഇനിയും ശക്തിപ്പെടുത്താം. ബേപ്പൂർ മറീന, ഓഷ്യാനസ് ചാലിയം, നല്ലൂർ രാമനാട്ടുകര ഗവൺമെന്റ് UP സ്കൂൾ, ഫറൂഖ് വി പാർക്ക്, നല്ലളം വി പാർക്ക്, നല്ലളം അബ്ദുറഹ്മാൻ പാർക്ക് എന്നീ വേദികളിലാണ് പരിപാടികൾ നടക്കുന്നത്. 26-ന് തുടങ്ങിയ ഫെസ്റ്റ് 28-ന് അവസാനിക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി അതിരൂപതയും തൃശൂർ പൗരാവലിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബോൺ നതാലെ ഇന്ന് തൃശ്ശൂരിൽ നടക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ 15,000 പാപ്പാമാർ ഇക്കുറി സ്വരാജ് റൗണ്ടിൽ ഇറങ്ങും. AI ഉപയോഗിച്ചൊരുക്കുന്ന ചലിക്കുന്ന പ്ലോട്ടുകളാണ് ഇത്തവണത്തെ പ്രത്യേകത. സംഗീത സംവിധായകൻ ജെറി അമൽദേവ് ഈണം പകർന്ന പുതിയ പാട്ടാണ് ബോൺ നതാലയുടെ തീം സോങ്. 150ഓളം ഇടവകകളിൽ നിന്നായി 15,000 പാപ്പാമാർ എത്തും. 15 വ്യത്യസ്ത നിശ്ചല ദൃശ്യങ്ങളാണ് പ്രത്യേകത. അവസാന സമയത്ത് സർപ്രൈസുകൾ പുറത്തിറക്കും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ മുഖ്യാതിഥികളായി എത്തും. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്കൊരുങ്ങി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. നാളെ ഫ്ലോറിഡയിൽ വെച്ചാണ് നിർണായക കൂടിക്കാഴ്ച നടക്കുക. അതേസമയം റഷ്യ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ യുക്രൈൻ അംഗീകരിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കൂടിക്കാഴ്ച. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ ഏറെ നിർണായകമായിരിക്കും ഈ കൂടിക്കാഴ്ച. പുതുവർഷത്തിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും എന്നാണ് സെലൻസ്കി വ്യക്തമാക്കിയത്. ചർച്ചയുടെ ഭാഗമായി 20-ദിന സമാധാന കരാറും സുരക്ഷാ ഗ്യാരണ്ടി കരാറുമാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. 60 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യ സമ്മതിച്ചാൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന 20-ദിന സമാധാന പദ്ധതി നടപ്പിലാക്കാൻ താൻ തയ്യാറാണെന്നും സെലൻസ്കി പറയുന്നു. അതേസമയം ചില പ്രധാന മേഖലകൾ ഉൾപ്പെടുന്ന ഡോൺബാസിന്റെ പൂർണ്ണ നിയന്ത്രണമാണ് യുക്രൈന്റെ ആവശ്യം. യുദ്ധത്തിലൂടെ ഡോൺബാസിന്റെ 70% പ്രദേശം റഷ്യ കൈവശപ്പെടുത്തിയിരുന്നു. ശേഷിക്കുന്നത് ഉൾപ്പെടെ ഡോൺബാസ് മുഴുവൻ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് റഷ്യയുടെ വാദം. വിട്ടുകൊടുക്കില്ല എന്നാണ് യുക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും ആവർത്തിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ ഡോൺബാസിനെ സ്വതന്ത്ര സാമ്പത്തിക മേഖലയായി പ്രഖ്യാപിക്കാമെന്ന US നിർദ്ദേശം യുക്രൈൻ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഏതൊരു ക്രമീകരണവും നടപ്പാക്കുന്നത് യുക്രൈനിൽ ജനഹിത പരിശോധന നടത്തിയാകണമെന്നും യുക്രൈന്റെ വിധി തീരുമാനിക്കാനുള്ള അവസരം അവർക്ക് തന്നെ നൽകണമെന്നും സെലൻസ്കി പറഞ്ഞു. ഹിതപരിശോധന പൂർത്തിയാക്കാൻ 60 ദിവസം എടുക്കുമെന്നും അതിനായി ഈ കാലയളവിൽ പൂർണ്ണ വെടിനിർത്തൽ വേണമെന്നും ആവശ്യപ്പെട്ടു. എന്തായാലും ഫ്ലോറിഡയിൽ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ തർക്കപരിഹാരം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണണം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. പോയ വാരം വിപണിയെ എങ്ങനെ വിലയിരുത്തുന്നു? ഈ ഒരാഴ്ചയും നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 0.29% നേട്ടമാണ് മുൻനിര ഓഹരി സൂചികളിൽ ഉണ്ടായത്. വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുടർന്നേക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. കുറച്ച് നാളുകളായുള്ള നിക്ഷേപ താല്പര്യത്തിന് ശേഷം വിപണി ഇപ്പോൾ ഒരു ക്രമപ്പെടലിൻ്റെ പാതയിലാണ്. വർഷാന്ത്യമായതോടുകൂടി വിപണി വ്യാപ്തവും വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് ഈ വിപണി ഈ രീതിയിലെങ്കിലും മുന്നോട്ട് നീങ്ങുന്നതിന് പ്രചോദനമായിട്ടുള്ളത്. ചെറുകിട നിക്ഷേപ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ വിപണിയിൽ വിൽപ്പന നടത്തുന്നുമുണ്ട്. വിപണി വ്യാപ്തം കുറവായതിന് പ്രധാനപ്പെട്ട കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പങ്കാളിത്തം തന്നെയാണ്. വരും ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇടപാടുകൾ തന്നെയായിരിക്കും ഇനി വിപണി മുന്നോട്ട് നയിക്കുന്നതിന് ഏറ്റവും പ്രേരകമായി പ്രവർത്തിക്കുകയും ചെയ്യുക. ഇനി വിപണിയെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാണ്. ഈ മൂന്നാം പാദത്തിൽ പ്രവർത്തന ഫലങ്ങൾ ജനുവരി 2-ാമത്തെ ആഴ്ച മുതൽ വന്നു തുടങ്ങും. അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടം എത്തുന്നത് വരെ വിപണിയിൽ ഈ ഒരു ക്രമപ്പെടൽ തുടരാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് ഇനിയും ഉണ്ടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ വിപണിയിലൊരു നിക്ഷേപ അവസരം തന്നെയായിരിക്കും. ഓരോ താഴ്ചയിലും മികച്ച ഓഹരികളിൽ നിക്ഷേപിക്കാനുള്ള ഒരു അവസരം തന്നെയായിരിക്കും.
ചരിത്രത്തിൽ ആദ്യമായി അധികാരം നേടി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും ഈ ആഴ്ചത്തെ വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നു. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി BJP ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ പോവുകയാണ്, അതും തലസ്ഥാന കോർപ്പറേഷൻ. 4 പതിറ്റാണ്ടായി തുടർന്ന ഇടതുകോട്ട തകർത്താണ് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള BJPയുടെ പ്രധാന വേദി ഇനി തിരുവനന്തപുരമാകും. കേവല ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് ഒരു സ്വതന്ത്രന്റെ പിന്തുണ കിട്ടിയെങ്കിലും നിലവിൽ ഭരിക്കാൻ തലവേദനയില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP വാഴുമോ അതോ വീഴുമോ? എന്തായാലും വെല്ലുവിളി നിറഞ്ഞ 5 വർഷങ്ങളാണ്. ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ഇന്ന് പരിശോധിക്കുന്നത്. അമ്പിളി, നേരത്തെ നമ്മൾ ഇൻട്രോയിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇടതുകോട്ട തകർത്ത് BJP പോലും പ്രതീക്ഷിക്കാത്ത അത്ര വലിയൊരു ഭൂരിപക്ഷത്തിലാണ്, അത്രയധികം വാർഡുകൾ നേടിയാണ് ഈ BJPയുടെ ഒരു അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെ. അതും സംസ്ഥാനത്ത് ആദ്യ ഭരണം പിടിക്കുന്നത് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലായ, അതും ഒരു അഭിമാന നേട്ടമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇടതുപക്ഷം അധികാരത്തിലിരിക്കെ കോർപ്പറേഷൻ BJP ഭരിക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും നിലവിൽ BJPയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ ഏറെയാണ്. എങ്ങനെയായിരിക്കും ഈ ഒരു 5 വർഷം അവർക്ക് ഉണ്ടാവുക? ഇപ്പോൾ കേവല സ്വതന്ത്രൻ മേയർ തെരഞ്ഞെടുപ്പിലൊക്കെ ഉൾപ്പെടെ സ്വതന്ത്രന്റെ പിന്തുണയൊക്കെ ഉറപ്പാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു താൽക്കാലിക പിന്തുണയാണെന്ന് സ്വതന്ത്രൻ പറയുമ്പോൾ കൂടി BJPയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വെല്ലുവിളി തന്നെയാണ് ഈ വരാനിരിക്കുന്ന കുറച്ച് വർഷങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും BJPയുടെ ആ വരാനിരിക്കുന്ന ഒരു 5 വർഷങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ ഇനി അങ്ങോട്ടുള്ള 5 വർഷത്തേക്കുള്ള നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഭരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി ഭരണം തുടങ്ങാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പം തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ BJPക്ക് എന്തായാലും ചരിത്രത്തിലെ ഒരു വിജയമാണ്. ഈ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണല്ലോ ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ കിട്ടുന്നത്, അതും തലസ്ഥാനത്തെ. അവർ ഏറെക്കാലമായി അധികാരത്തിൽ വരുമെന്ന് സ്വപ്നം കാണുന്ന ഒരു കോർപ്പറേഷൻ കൂടിയായിരുന്നു തലസ്ഥാനത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ BJPയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 50 മായ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പാറ്റൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിന്തുണ നേടിയിട്ടുണ്ട്. പക്ഷേ ഒരു ഭരണം തുടങ്ങി ഒരു 5 വർഷം മുന്നോട്ട് പോകുമ്പോൾ പല വെല്ലുവിളികളും BJPക്ക് അതിജീവിക്കേണ്ടി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പം മേയർ ആയി ഭരണം മുന്നോട്ട് പോകുമ്പോൾ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി കേരളത്തിലെത്തും. വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അതായത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള BJPയുടെ ഒരു വലിയ സ്വപ്ന പദ്ധതിയാണത്. പക്ഷേ ഇടതും വലതും പ്രതിപക്ഷത്തിരിക്കുന്നുണ്ട്, വളരെ ശക്തരാണ്. ശക്തമായ പ്രതിപക്ഷമായി അവർ തുടരും എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ BJPക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. ഈ സ്വതന്ത്രന്റെ പിന്തുണ എന്ന് പറയുന്നത് മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു. ഇനി അങ്ങോട്ട് ത്രൂ ഔട്ട് ഈ 5 വർഷം പിന്തുണ കിട്ടുമോ എന്നും അറിയില്ല. അപ്പോൾ BJP നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കൗൺസിലിൽ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവർ കൊണ്ടുവരുന്ന അജണ്ടകൾ അവർക്ക് നടപ്പാക്കണമെങ്കിൽ ആ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കിയേ മതിയാകൂ. അല്ലെങ്കിൽ ആ അജണ്ടയ്ക്കെതിരെ വോട്ടെടുപ്പൊക്കെ പ്രതിപക്ഷത്തിന് ആവശ്യപ്പെടാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഒന്നും കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന ഒരു മേയർ കൂടി വരണം. ആ സാഹചര്യത്തിലാണ് VV രാജേഷ് മേയറാകുന്നത്. നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് ഭൂരിപക്ഷം കിട്ടിയ സാഹചര്യത്തിൽ ഇപ്പോൾ തുടക്കത്തിലൊരു തലവേദന ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പറയാം. പക്ഷേ അങ്ങോട്ട് പോകുമ്പോഴാണ് അവർ പല വെല്ലുവിളികളും നേരിടുക. അപ്പോൾ ആദ്യം കോർപ്പറേഷനിൽ ശ്രീലേഖയായിരിക്കും മേയറും ഡെപ്യൂട്ടി മേയറും സ്ത്രീകളാകുമെന്നുള്ള പരിഗണനയിലായിരുന്നു. പിന്നെയാണ് ഏറ്റവും അവസാനം VV രാജേഷിലേക്ക് എത്തുന്നത്. ഡെപ്യൂട്ടി മേയറായിട്ട് ആശയും വരുന്നത്. വമ്പൻ ട്വിസ്റ്റ് ആയിട്ടാണ് VV രാജേഷിന്റെ പേര് വന്നത്. കാരണം തുടക്കം മുതൽ ശ്രീലേഖയുടെ പേരുകളൊക്കെയാണ് നമ്മൾ ആ പ്രഖ്യാപനത്തിന്റെ അന്ന് രാവിലെ മുതൽ തന്നെ ചർച്ചകളൊക്കെ ശ്രീലേഖയുടെ പേരാണ്. പിന്നെയാണ് VV രാജേഷിലേക്ക് എത്തിയത്. അതായത് ദേശീയ തലത്തിൽ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം കൂടിയായി BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പോൾ ഒരു പ്രതിച്ഛായ എന്ന് പറയുന്ന ഒരു സംഭവം അവർ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോഴാണ് ഈ വെല്ലുവിളികൾ അതിജീവിക്കേണ്ടി വരുമെന്നുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനമാണ് VV രാജേഷിലേക്ക് എത്തുക. കാരണം വർഷങ്ങളായിട്ടുള്ള പാർട്ടിയിലെ അനുഭവ പരിചയം, അതുപോലെ തന്നെ തലസ്ഥാനത്തിൻ്റെ ആളാണ്, BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ ഡെപ്യൂട്ടി മേയറായാലും ആശയാണെങ്കിലും 3 തവണ കൗൺസിലിലേക്ക് മത്സരിച്ചു വന്നു. നമുക്ക് തീർച്ചയായിട്ടും പറയാം തിരുവനന്തപുരത്തെ വളർന്നു വരുന്ന ഒരു വനിതാ നേതാവ് കൂടിയാണ് അവർ. അപ്പോൾ ആ
പരിചയമൊക്കെ ഉൾപ്പെടുത്തി. അപ്പോൾ പ്രതിച്ഛായ മാറ്റിവെച്ച് രാഷ്ട്രീയ പരിചയം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് BJP അതിലെടുത്തത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ പ്രതിപക്ഷം ശക്തരാണ്. അതായത് പതിറ്റാണ്ടുകളായിട്ട് LDF ആണ് ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഒരു ശക്തമായ പ്രതിപക്ഷമായി നിലകൊള്ളുമെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണമെന്നില്ല. കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കാനുള്ളൊരു ശ്രമം CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പിന്നെ 5 CPM-ൻ്റെ മുതിർന്ന നേതാക്കൾ, പിന്നെ ഇടത് മുന്നണിയുടെ പ്രത്യേകിച്ച് മുൻ മേയറുണ്ട്, അതിൽ ഡെപ്യൂട്ടി മേയറുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇരുന്ന പല ആളുകളും ഒക്കെയുണ്ട്. അപ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പക്ഷേ ഈ മുതിർന്ന നേതാക്കൾ, അത് BJP-യിലെ ആയാലും, അപ്പോൾ VV രാജേഷ് ആയാലും, ശ്രീലേഖ ആയാലും, കോൺഗ്രസ്സിലെ ആയാലും, CPM-ലെ നേതാക്കളൊക്കെ എത്ര ആളുകൾ നിയമസഭയിലേക്ക് മത്സരിക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉറപ്പിച്ചിട്ടുള്ള വാർഡുകളൊക്കെ കൈവിട്ട് പോകാതെയും അത് നിലനിർത്താനുള്ളൊരു ശ്രമം BJP-യുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അപ്പോൾ ആ രീതിയിലൊക്കെ BJP ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മുന്നോട്ട് ഉള്ള ഭരണത്തിന് ഇനിയിപ്പോൾ വിഴിഞ്ഞത്ത് കൂടി തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അപ്പോൾ വിഴിഞ്ഞത്ത് കൂടി ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP-ക്ക് അതാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതൽ ഒരു തലവേദന ഉണ്ടാകുക. വിഴിഞ്ഞത്ത് സ്വാധീന സ്ഥലം ഇല്ല. അപ്പോൾ ഒന്നുകിൽ UDF-ഓ LDF-ഓ അതിൽ മത്സരിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ജയിക്കുമ്പോൾ അവിടെ ഒരു കൗൺസിലർ കൂടി വരുമ്പോൾ ഇവർക്കിപ്പോൾ ഈ സ്വതന്ത്രൻ്റെ പിന്തുണ ഉണ്ട് എന്ന് പറയുമ്പോഴും അത് ത്രൂ ഔട്ട് കിട്ടുമോ എന്നുള്ള ഒരു ഉറപ്പുമില്ല. അപ്പോൾ വേണമെങ്കിൽ ഒരു പക്ഷേ ഈ LDF-ഉം UDF-ഉം ഒക്കെ ചേർന്ന് BJP-യെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ഒരു ശ്രമം കൂടി ഒരു പക്ഷേ ഉണ്ടായേക്കാം. പക്ഷെ അത് നമുക്ക് എത്രത്തോളം ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. കാരണം ഈ LDF-ഉം UDF-ഉം മൊത്തത്തിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ അങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി BJP-യെ താഴെ ഇറക്കുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് ജനപിന്തുണയേക്കും അതൊരു ഭീഷണിയാണ്. കാരണം അപ്പോൾ ഈ BJP ഇത്രയും നാളും പറഞ്ഞ് നടന്നതിന് ഈ ഇവരുടെ ഒരു കൂട്ടുകെട്ട് അതിനൊക്കെ അതും ശരിയായി വരും. അത്തരത്തിലുള്ള വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഭീഷണി ഉണ്ടാകാൻ പോകുന്നുണ്ടെങ്കിൽ അത് വിഴിഞ്ഞ സീറ്റുമായി ബന്ധപ്പെട്ട് ആകുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ BJP ഈ അധികാരം നിലനിർത്താൻ എല്ലാ തന്ത്രങ്ങളും പയറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ആ തന്ത്രത്തിന്റെ ആദ്യപടിയായി തന്നെയാണ് ഈ മേയർ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഈ സ്വതന്ത്രന്റെ ഒരു പിന്തുണ, ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സ്വതന്ത്രന്റെ പിന്തുണ ഉറപ്പാക്കാൻ പറ്റിയെന്നുള്ളത് അവരുടെ ഒരു തന്ത്രത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ആദ്യ പടിയായിട്ടാണ് മനസ്സിലാകുന്നത്. നമ്മൾ പാലക്കാട് ഉൾപ്പെടെ കണ്ടതാണ്. BJP കേവല ഭൂരിപക്ഷം ഇല്ലാതെ ഭരിച്ചതാണ്. പിന്നീട് അവസാനം അവിശ്വാസം കൊണ്ടുവന്നു. പക്ഷേ ആ സമയത്ത് UDF-ൻ്റെ ഒരു കൗൺസിലറെ മാറ്റി നിർത്താൻ കുറച്ച് ആ മേയർ അവിശ്വാസ പ്രമേയത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആ UDF മെമ്പറെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് BJP-ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രത്തോളം ചടുലതയോട് കൂടിയിട്ട് അത്രത്തോളം തന്ത്രപരമായിട്ട് അവർ ആ ഒരു നഗരസഭ പിടിച്ചെടുക്കാൻ വേണ്ടി, ആ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് BJP ശ്രമിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം പോലുള്ള ഒരു കോർപ്പറേഷൻ നിലനിർത്താൻ വേണ്ടി അവർ തീർച്ചയായും എല്ലാ തന്ത്രങ്ങളും പയറ്റും. എനിക്ക് തോന്നുന്നത് അതിൽ ഏറ്റവും കൂടുതൽ വികസനം മുൻനിർത്തി തന്നെയായിരിക്കും BJP-യുടെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ജനുവരിയിൽ എന്തായാലും പ്രധാനമന്ത്രി വരുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ സുരേഷ് പറഞ്ഞത് നമുക്ക് ഈ ഭരണത്തിലേക്കുള്ള നമ്മുടെ ഗേറ്റ് വേ ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റെങ്ങും കാണാത്ത രീതിയിൽ നമ്മൾക്ക് ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം ഞങ്ങളെ ഏൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻനിർത്തി അവർ കാണിച്ച് അത്തരത്തിലുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയായിരിക്കും സ്വാഭാവികമായിട്ട്. പിന്നെ അഥവാ LDF UDF കൂട്ടുകെട്ടുണ്ടായി ഇവരെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കിയാൽ തന്നെയും അതും അവർ ജനപിന്തുണ ഉറപ്പാക്കി ചിലപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവർ കൂടുതൽ സീറ്റാക്കി മാറ്റാൻ അത് ശ്രമിക്കും. കാരണം ജനപിന്തുണ, കാരണം ഞങ്ങളെ ഇറക്കിക്കഴിഞ്ഞാൽ വികസനം എന്നുള്ളത് അത് തീർച്ചയായും തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ല സംസ്ഥാനത്തിന് ഉൾപ്പെടെ ആ ഒരു വികസനം വരില്ല എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള വാഗ്ദാനങ്ങളും, കാരണം കേന്ദ്രത്തിൻ്റെ പിന്തുണയുണ്ട്, കേന്ദ്ര ഫണ്ട് നേടിയെടുക്കുന്നതിൽ ഉൾപ്പെടെ BJP-ക്ക് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാനാകും, നേടിയെടുക്കാനാകും ഫണ്ട്. ആ രീതിയിൽ സ്മാർട്ട് സിറ്റി പോലെയുള്ള കേന്ദ്ര പ്രവർത്തനങ്ങൾക്കൊക്കെ കേന്ദ്ര ഫണ്ട് വേണം. അപ്പോൾ ഫലപ്രദമായ രീതിയിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ വികസനം അത് തന്നെയായിരിക്കും അവർ പ്രധാന അജണ്ട ആക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മായ പറഞ്ഞ പോലെ തന്നെ ഈ ഭരണം നിലനിർത്താനുള്ള എല്ലാ തന്ത്രവും BJP-യുടെ ഭാഗത്തുനിന്നുണ്ടാകും. ആ ശ്രമം അവർക്ക് തുടർന്നുകൊണ്ടേയിരിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ 2 സ്വതന്ത്രന്മാരാണ് കോർപ്പറേഷനിലുള്ള, അതിൽ ഒരാളുടെ പിന്തുണ ഉറപ്പാക്കി കഴിഞ്ഞു. അത് ഈ മേയർ സ്ഥാനാർത്ഥിത്വമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും അവരുടെ വാർഡിൽ ഈ വികസനം കാഴ്ചവെക്കണമെങ്കിൽ ഈ ഭരണമുന്നണിയുടെ പിന്തുണ വേണമല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു പക്ഷേ ആ രീതിയിലുണ്ടാകും. പിന്നെ ഈ മറ്റുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണികളിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കാനുള്ളൊരു ശ്രമവും ഒരു പക്ഷേ BJP-യുടെ
ഭാഗത്തുനിന്നുണ്ടാകും. അത്തരത്തിലുള്ള ശ്രമങ്ങൾ അവർ തുടർന്നുകൊണ്ടേയിരിക്കും. ഒപ്പം തന്നെ ഈ സ്വതന്ത്രന്മാരെ ഒരാളെ കൂടെ നിർത്തി ഇനി മറ്റൊരാളെയും അവരെ ത്രൂ ഔട്ട് ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അന്തിമഘട്ടത്തിലാണ് എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കൂടെ 5 വർഷവും നിർത്തുക എന്നുള്ളത്. പിന്നെ മായ പറയുന്ന പോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു അജണ്ടയുണ്ട്, വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷേ അത് ഈ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ എത്രത്തോളം നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അവരുടെ അജണ്ടകളൊക്കെ നടപ്പാക്കിയെടുക്കാൻ അത്ര സാധ്യതയില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷം അത്രത്തോളം സ്ട്രോങ് ആണ്. 2 പ്രതിപക്ഷമാണെന്ന് പറഞ്ഞാൽ LDFും UDFും ഒരുപോലെ സീറ്റുകളൊക്കെ നേടി മുൻ MLA ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമ്പിളി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ പ്രതിപക്ഷം സ്ട്രോങ് ആയതും ഇവർക്ക് കേവല ഭൂരിപക്ഷം അത്ര ഇല്ലാത്തത് കൊണ്ടും ഒരു പക്ഷേ അവരുടെ എല്ലാ അജണ്ടകളും നടപ്പാക്കാൻ എത്രത്തോളം സാധിക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം. പ്രതിപക്ഷം കൂടുതൽ സ്ട്രോങ് ആവുന്നത് പിന്നെ ഞങ്ങൾക്ക് ഭരണം കൂടുതൽ നന്നായി മെച്ചപ്പെട്ട് കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതാണ് VV രാജേഷ് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞത്. അപ്പോൾ ഈ VV രാജേഷ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള ഒരു പിന്നെ ഈ അജണ്ടകൾ നടപ്പാക്കുമ്പോൾ അതിനെ എതിർക്കാനുള്ള വോട്ടെടുപ്പിലേക്കൊക്കെ പോകാതിരിക്കാനുള്ള ഒരു തന്ത്രം മെനയുക എന്നുള്ളത് ഒരു മേയറുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ BJP ഈ പ്രതിച്ഛായ മറന്ന് രാഷ്ട്രീയ പരിചയമുള്ള ആളെ തന്നെ നേതൃസ്ഥാനത്തേക്ക് വെച്ചത്. പിന്നെ മായ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അവിശ്വാസ പ്രമേയം നിയമസഭ വരെ എന്തായാലും അതുണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ പ്രതിപക്ഷത്തിരിക്കുന്നവരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കൂടെ കൂട്ടുന്നതൊക്കെ നിയമസഭയിൽ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പ്രചരണമാകുമെന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെല്ലുവിളി ആയിരിക്കും BJPക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവിശ്വാസം കൊണ്ടുവന്ന പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണികൾ പിന്തുണച്ചു കഴിഞ്ഞാലൊക്കെ അതൊക്കെ അവിശ്വാസത്തെ നേരിടുക എന്നുള്ളതൊക്കെ BJPക്ക് വലിയൊരു വെല്ലുവിളിയായിട്ടാണ് കാണുന്നത്. തീർച്ചയായും ഈ ഇന്ത്യ സഖ്യം വരുമോ? ഈ BJP കോർപ്പറേഷനൊക്കെ അധികാരത്തിൽ വന്ന സമയത്ത് ഇന്ത്യ സഖ്യം പലയിടത്തും ഉണ്ടല്ലോ. അതിപ്പോൾ കേരളത്തിലൊക്കെ വരുമോ എന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടിനൊന്നും സാധ്യതയില്ല. നമ്മൾ സൂചിപ്പിച്ചതുപോലെ അത് ഇരു കൂട്ടർക്കും അത് ദോഷം ചെയ്യും, അതുകൊണ്ട് ജനവികാരം തിരിച്ചടിയാകും. ആ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കൂട്ടുകെട്ടിനൊന്നും ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സാധ്യതയില്ല എന്ന് തോന്നുന്നു. ഇനി അഥവാ അത്തരത്തിലൊരു കൂട്ടുകെട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ തുടക്കം ചിലപ്പോൾ ഒരുപക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. അത് BJPയെ താഴെ ഇറക്കാൻ വേണ്ടി ആയിരിക്കും എന്നാണ് എനിക്ക് പോലെ തന്നെ കിട്ടുന്ന എല്ലാ അവസരങ്ങളും പ്രതിപക്ഷം ഉപയോഗിക്കും. കാരണം പതിറ്റാണ്ടുകളായിട്ടുള്ള തലസ്ഥാന കോർപ്പറേഷനാണ് എല്ലാവരെ സംബന്ധിച്ചോളം അഭിമാനമായിട്ടുള്ള. LDFനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവരുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. കാരണം വർഷങ്ങളായിട്ടുള്ള അവരുടെ ഒരു ഭരണമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചരിത്ര നേട്ടമാണ്. അതുകൊണ്ട് മായ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ BJPയുടെ കോർപ്പറേഷൻ ഭരണം വാഴുമോ വീഴുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കില്ല. പക്ഷേ 5 വർഷം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്ന് തന്നെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പറയാൻ സാധിക്കും. പക്ഷേ ഒരു 51 എന്നൊരു മാജിക് നമ്പറിലേക്ക് അവർക്ക് ഈ മേയർ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലൊക്കെ താൽക്കാലികമായി ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് ശേഷം LDFിൽ നിന്ന് BJP തിരുവനന്തപുരം കോർപ്പറേഷന്റെ അധികാരം പിടിച്ചെടുത്ത് ഭരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ പ്രതിപക്ഷ വെല്ലുവിളി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നയചാതുരിയോടെ അതിനെ നേരിടാൻ കഴിയാതെ വന്നാൽ ഭരണം തന്നെ പ്രതിസന്ധിയിലാകുന്നൊരവസ്ഥയുണ്ടാകും. നിലവിൽ കേവല ഭൂരിപക്ഷമായ 51 എന്ന മാജിക് സംഖ്യ സ്വതന്ത്രന്റെ പിന്തുണയോടെ നേടിയെടുത്ത് ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് BJP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടാവുക. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 മത്സരത്തിൽ ഇന്ത്യക്ക് മിന്നും വിജയം. ശ്രീലങ്ക ഉയർത്തിയ 113 റൺസ് 13 ഓവറിനുള്ളിൽ ഇന്ത്യക്ക് മറികടക്കാനായി. അർദ്ധ സെഞ്ചുറി നേടിയ ഷഫാലി വർമ്മയാണ് ഇന്ത്യയുടെ വിജയശില്പി. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 3 മത്സരങ്ങൾ വിജയിച്ചതോടെ പരമ്പര ഇന്ത്യക്ക് സ്വന്തമായി. കഴിഞ്ഞ 2 മത്സരത്തിലും ആവർത്തിച്ച അതേ പിഴവുകൾ തിരുത്താതെയാണ് ഇത്തവണ ശ്രീലങ്ക കളത്തിലിറങ്ങിയത്. ടോസിൽ നിന്നും തുടങ്ങി ബാറ്റിംഗിലും ബൗളിംഗിലും സമ്പൂർണ്ണ തകർച്ച. സ്ഥിരതയില്ലാത്ത ബാറ്റിംഗ് പ്രകടനം ശ്രീലങ്കയ്ക്ക് നേടിക്കൊടുത്തത് 113 റൺസ്, അതും 7 വിക്കറ്റ് നഷ്ടത്തിൽ. ക്രീസിലെത്തിയ പല ബാറ്റ്സ്മാൻമാരും മടങ്ങിയത് ഒറ്റ സംഖ്യയിൽ. ഹസീനി പെരേര, ഇമീഷ ദുലാനി, കവിഷ ദിൽഹാരി എന്നിവരുടെ പ്രകടനത്തിലാണ് ശ്രീലങ്കയ്ക്ക് ആശ്വാസ സ്കോറെങ്കിലും നേടാനായത്. ബൗളിംഗിൽ ഇന്ത്യയുടെ ദീപ്തി ശർമ്മയ്ക്ക് 3 വിക്കറ്റും രേണുക സിംഗ് താക്കൂറിന് 4 വിക്കറ്റും നേടാനായി. മത്സരത്തിന്റെ ആദ്യ 10 ഓവറിൽ തന്നെ ശ്രീലങ്ക ഉയർത്തിയ ലക്ഷ്യത്തിനരികെ ഇന്ത്യ എത്തി.
ഷഫാലി വർമ്മയുടെ അർദ്ധ സെഞ്ചുറി പ്രകടനം കൂടിയായതോടെ ഇന്ത്യയ്ക്ക് 13-ാം ഓവറിൽ അനായാസ വിജയം. 8 ഫോറുകളും 2 സിക്സറുകളും നേടിയാണ് ഷഫാലി വർമ്മയുടെ നേട്ടം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ മത്സരം വിജയിച്ചതോടെ 3 ജയവുമായി ടീം ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. മത്സരത്തിൽ തിളങ്ങാൻ സാധിച്ചില്ലെങ്കിലും പരിക്ക് മാറി ജമീല റോഡ്രിഗസ് തിരിച്ചെത്തിയത് വരും മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും. 28-നും 30-നുമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അടുത്ത മത്സരങ്ങൾ നടക്കുക. മത്സരത്തിന് കാണികളുടെ കുറവുണ്ടായിരുന്നുവെങ്കിലും അടുത്ത മത്സരത്തിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് BCCIയും KCAയും. സ്പോർട്സ് ഡെസ്ക് അമൃത ന്യൂസ്. റിപ്പോർട്ടർ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.